ഹലോ, കാറ്റത്തേക്കിൽ കൊണ്ട് ഇന്നത്തെ പ്രമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സുധീഷ് വീട്ടിൽ വിട്ട് പോകുന്നുണ്ടല്ലോ, കയറിയിച്ചിട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ രാത്രിയായിട്ടും കാണുന്നില്ല. ഈ ഒരു സമയത്ത് നിധി അന്വേഷിക്കുന്നുണ്ട്, സുധീഷ് ഇതുവരെയാക്കും എത്തിയിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ നികേഷ് ഫോൺ ചെയ്യുന്നുണ്ട്. ഫോൺ ചെയ്തിട്ട് ആ ഫോൺ അങ്ങ് നിധിയുടെ കയ്യിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നീട് കാണിക്കുന്ന സുധീഷ് അവിടെ ഇങ്ങനെ കാറിനകത്ത് കിടന്ന് ഉറങ്ങുകയാണ്. ഈ സമയത്താണ് നികേഷിൻ്റെ ഫോൺ വരുന്നത്. ഇവനെന്താണ് ഈ സമയത്ത് വിളിക്കുന്നതെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ എടുക്കുന്നുണ്ട്. എന്താടാന്ന് ചോദിക്കണം. അപ്പോൾ നിധി പറഞ്ഞ് ഞാനാണ്. ഓ, നീയാണോ? എന്താ വീട്ടിലേക്ക് കണ്ടില്ലല്ലോ? അത് എനിക്ക് ഒരു ഓട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഓട്ടത്തിലാണോ? അല്ല, ഞാനിപ്പോൾ ഓട്ടം കഴിഞ്ഞിട്ട് വണ്ടി ഇങ്ങനെ സൈഡിൽ ഒതുക്കിയിട്ട് കിടന്നുറങ്ങുക. എന്താ വീട്ടിലേക്ക് വരാത്തെ? അത് ഞാൻ ഓട്ടത്തിലായതുകൊണ്ട് വന്നില്ല. പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറയണം കേട്ടോ. എന്നിട്ട് ഇവളെന്തിനാണ് എൻ്റെ അടുത്ത് ഇപ്പോഴും ദേഷിക്കുന്നത്? അപ്പോൾ മനസ്സിലാലോചിക്കുന്നുണ്ട്, ഹരീഷിനോട് നീ ഇത് ഉദ്ദേശിച്ച് അനി അതുകൂട്ട് ഇവളും എൻ്റെ അടുത്ത് ദേഷ്യം. എന്തായാലും അവൾ പറഞ്ഞതല്ലേ, പോകാമെന്ന് കരുതിയിട്ട് സുധീഷ് വണ്ടി എടുത്തിട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നീട് അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വൈകുന്നേരത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് എന്താ വേണ്ടതെന്നൊക്കെ സുഭാഷ് ചോദിക്കണം. അപ്പോൾ നിധിയൊക്കെ പറയുന്നുണ്ട്, ഇപ്പോൾ രാവിലെ ആയതുള്ളൂ, ഇപ്പോഴേ മേടിക്കണം. അപ്പോൾ ചിക്കൻ ബിരിയാണി മതിയോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവരും സമ്മതിക്കുന്നുണ്ട്, അത് മതിയെന്ന് എല്ലാവരും, ഹരീഷും നികേഷും ഒക്കെ. അപ്പോൾ നിധിയും പറയുന്നുണ്ട് നിധിക്കും അത് മതി. ഹരീഷ് പറഞ്ഞു നോൺ വെജ് ഏട്ടന് എന്തുണ്ടാക്കിയാലും എനിക്ക് ഇഷ്ടമാണ്, അപ്പോൾ അതെന്തെല്ലാം ഉണ്ടാക്കിയോളാൻ പറയാണ്. അങ്ങനെ ഇച്ചിരി കഴിഞ്ഞ് പോയാൽ മതിയല്ലോ എന്നൊക്കെ നിധി പറയുമ്പോൾ അതല്ല, പിന്നീട് വെയിലും ഒക്കെ ആയിപ്പോൾ ഭയങ്കര തിരക്കായിപ്പോൾ, ഇപ്പോഴേ പോയി വാങ്ങിയാൽ പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് പോയി വാങ്ങാൻ ഒക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്താണ് പിന്നീട് കാണിക്കുന്ന സുധീഷ് ഇങ്ങനെ വരുന്ന വഴിക്ക് ഒരു വളവിൽ വെച്ചിട്ട് മറ്റൊരു ബൈക്കുകാരൻ റോങ് സൈഡ് വന്ന് കയറുന്നു, അങ്ങനെ തട്ടുന്നു. അവിടെ ഭയങ്കര സംസാരമായി. സുധീഷ് ഭയങ്കരമായിട്ട് അങ്ങ് തട്ടിക്കയറണം അങ്ങോട്ടേക്കും. പിന്നെ അതുപോലെ തന്നെ അവരും ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല. അങ്ങനെ സംസാരമായി, ആളായി, ബഹളമായി. അപ്പോൾ കുടിയപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ പോലീസിനെ വിളിക്കുന്നു. പോലീസ് വന്നിട്ട് എന്താ കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞ് സുധീഷ് പറയുകയാണ്. പക്ഷേ പോലീസ് വന്നിട്ട് രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അത് ആളറിയുന്നില്ല, സുധീഷിനെ അറിയുന്നില്ലായിരുന്നു. അതൊരു SP-യുടെ മോനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത്രയും പിടിപാടുള്ളത് കൊണ്ട് ഒരിക്കലും സുധീഷിൻ്റെ ഭാഗത്തെ പ്രശ്നം ഉണ്ടാവുള്ളൂ. അങ്ങനെ സുധീഷിനെ പിടിച്ച് അകത്തിടുകയാണ്. പിന്നെ അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് സുധീഷ് സുഭാഷിനെ വിളിക്കുകയാണ്. പെട്ടെന്ന് ഏട്ടാ ഞാനിങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ വണ്ടി ഇങ്ങനെ തട്ടി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ സുഭാഷ് ഇത് കേട്ടപ്പോഴത്തേക്കും അങ്ങ് പേടിച്ചു പോയി. തൻ്റെ അനിയന്മാർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും സുഭാഷിന് ഭയങ്കര വിഷമമാണ്. അങ്ങനെ അപ്പോൾ ഇത്ര കേസ് ഒത്തുതീർപ്പാക്കണമെങ്കിൽ കുറച്ച് ക്യാഷിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സുഭാഷ് കയ്യിലിരുന്ന പൈസയൊക്കെ എടുക്കുന്നു. ഹരീഷിൻ്റെ കയ്യിൽ പൈസ എടുക്കുന്നു. എന്നിട്ട് ഹരീഷ് സുധീഷിൻ്റെ ബാഗ് എടുത്തിട്ട് അതിൽ, അപ്പോൾ സുഭാഷ് എന്താടാ അതിൽ, അത് എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് വെച്ചിട്ട് അതും എടുത്തിട്ട് അങ്ങനെ നിധി എടുക്കാൻ വായിക്കുമ്പോൾ സുഭാഷ് സമ്മതിക്കുന്നില്ല. അങ്ങനെ നിധിയും കൂടെ പോരുകയാണ്. അവർ നേരെ സ്റ്റേഷനിൽ വരുന്നു. അപ്പോൾ പറയുന്നുണ്ട് ഇവൻ്റെ ഭാഗത്താണ് തെറ്റെന്നൊക്കെയാണ് അവിടുത്തെ SI പറയുന്നത്. ഇതാരാന്നറിയാമോ? ഇതുപോലെ SP-യുടെ മോനാണ്. അപ്പോൾ അവർക്ക് കുറച്ച് വണ്ടിക്ക് പരിക്കുമൊക്കെ പറ്റിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് സുധീഷിന് ഒരു കാരണവശാലും വിടാൻ ഉദ്ദേശമില്ല. അങ്ങനെ വണ്ടിയുടെ ഓണറെ വിളിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം വരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് വണ്ടി. അപ്പോൾ അദ്ദേഹം വന്നിട്ട് പാവം പയ്യനാണ്, അങ്ങനെ പ്രശ്നക്കാരൊന്നുമല്ല, മദ്യവെച്ചിട്ട് വണ്ടി ഓടിക്കില്ലെന്നൊക്കെ പറയുമെങ്കിൽ ഒരു കാരണവശാലും അവർ വിട്ടു കൊടുക്കുന്നില്ല. ലാസ്റ്റ് ഇത്ര ഒരു എമൗണ്ട് 50,000 ആണെന്ന് തോന്നുന്നു പറയുക, അത് കൊടുത്തിട്ട് അങ്ങനെയാണെങ്കിൽ കേസ് ഒഴിവാക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ സുഭാഷെ കൊണ്ടുവന്ന പൈസ എല്ലാം കൂടെ ഒത്തുവിട്ട് വെക്കുമ്പോൾ 39,000 രൂപയുണ്ടായിരുന്നു. അത് കൊടുക്കുന്നു. ബാക്കി പൈസ ആ മുതലാളി അയാൾ കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ കൊടുത്തു. സുധീഷിനെ ഇറക്കുകയാണ്. അപ്പോൾ സുധീഷിനെ ഇറക്കുന്ന സമയത്ത് ആ ഒരു SI ആണെങ്കിൽ തൻ്റെ ലൈസൻസ് ഇവിടെ ഇരിക്കട്ടെ, 1 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി, തരാമെന്ന് പറയണം. അപ്പോൾ സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാവരും കാല് പിടിച്ച് പറയുന്നത് ഇല്ല, കുറച്ച് ദിവസം ഇത് ഇവിടെ ഇരിക്കട്ടെ, അതിനുശേഷം നീ വണ്ടി ഓടിച്ചാൽ മതിയെന്നും പറഞ്ഞു. അപ്പോൾ നിധിയൊക്കെ കാല് പിടിച്ച് പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട് സാർ ലൈസൻസ് പക്ഷേ കൊടുക്കുന്നില്ല കേട്ടോ, നീ 1 മാസം വണ്ടി ഓടിക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രംഗങ്ങളാണ് ഇന്നത്തെ ആ ഒരു പ്രൊമോയിൽ കാണുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വിശേഷങ്ങൾക്കായിട്ട് ഒരു കുഞ്ഞ് ചാനലാണ്. പ്ലീസ് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ആവശ്യമാണ്. ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ കാണാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയും കൂട്ടുകാർ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊമോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മടിക്കല്ലേ. ഓക്കെ.